മധുരക്കിഴങ്ങില്ലേ, ഇത് ഇത് ഞാൻ ഇങ്ങനെയൊന്നല്ല പറിക്കാൻ വിചാരിച്ചത്. എന്തായാലും പോവാണെങ്കിൽ പോട്ടെ, അത്രയല്ലേ ഉള്ളൂ. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? അല്ലാത്തത് ഇങ്ങനെ പോയി ഒന്നും നടൂല. ഓൾറെഡി ഇതിലൊരു തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നു, കണ്ടോ? കണ്ടപ്പോ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. ജീവൻ കണ്ട ഗൈസ്, ഞാൻ കണ്ടുപിടിച്ചു ആരാന്ന്. നോക്ക്. നമ്മുടെ മധുരക്കിഴങ്ങില്ലേ, ഇത് ഇത് ഞാൻ ഇങ്ങനെയൊന്നല്ല പറിക്കാൻ വിചാരിച്ചത്. ഇത് ഫെബ്രുവരിയിൽ നട്ടതാ. അപ്പം 3 മാസമാണ് ഞാൻ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പം അത് വിളവെടുക്കേണ്ട സമയം. പക്ഷെ 3 മാസം എന്ന് പറയുമ്പോൾ ഫെബ് ലാസ്റ്റിലായിരുന്നു. അപ്പം മാർച്ച്, ഏപ്രിൽ, മെയ് ലാസ്റ്റിലാണ് ചെയ്യേണ്ടത്. അപ്പൊ മെയ് ലാസ്റ്റ് വീക്ക് ആവാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ നോക്ക്, എലി ഇവിടെ ഫുള്ള് ഇതാ മാന്തി ഒരു കുഴിയൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇനിയിപ്പോ നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ അവർ കൊണ്ടുപോകും. എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും അതൊന്ന് എടുത്ത് നോക്കാം, ഒന്ന് നോക്കി നോക്കാം. ഇത് കണ്ടോ, ഇവിടെ ഒരു കുഴി, ഇവിടെയൊക്കെ ഉള്ളിലേക്ക് കുഴിച്ചിട്ടിട്ടുണ്ട്, ഇവിടെയും കുഴിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം നമ്മളെ മധുരക്കിഴങ്ങ് കൊണ്ടുപോയോ ഇല്ലേ, അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ആയോ ഒന്നും അറിയില്ല. നോക്കി നോക്കാം. എന്തായാലും പോവാണെങ്കിൽ പോട്ടെ, അത്രയല്ലേ ഉള്ളൂ. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? നമ്മള് കൊറേ ഒന്നും കുഴിച്ചിട്ടിട്ടൊന്നും ഇല്ലല്ലോ. അവിടെ മാത്രം മന്തി ഒക്കെ തട്ടരുതേ. ഞാനില്ലമ്മ വീഡിയോയില്. അയ്യോ, ഇതെന്തായാലും ഒരു കാത്താക്കണ്ട. ആയില്ലേ? ഒന്നും കാണുന്നില്ല. അത് അതുകൊണ്ട് ഇട്ടിട്ട് പോയതാണാവോ? വെള്ള കാശിട്ടുണ്ട്. അത് അതിന്റെ ഇടയില് വെള്ള കാശുമ്പോ അത് മാറ്റത്തില്ലല്ലോ അല്ലേ? അതാണ് തോന്നുന്നു കൊണ്ടുപോയത്. അത് കൊണ്ടുപോയി പോയും തോന്നുന്നുണ്ട്. വല്ലാത്തത്. ഇതായിരുന്നു നമ്മള് കുഴിച്ചിട്ടത്. കൊണ്ടുപോയി നോക്കിയിട്ടൊന്നും കാര്യമില്ല. മാന്തി വെക്ക. ഇന്നും വരും ബാക്കിയുള്ള കൊണ്ടുപോവാൻ വിചാരിച്ചിട്ട്. വല്ലാത്തൊരു ഇതുണ്ടാവില്ല. ഇനി മാന്തി വെക്കിട്ട് കാര്യമല്ലോ. അതിനു വേണ്ടി നല്ല മണ്ണൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കഷ്ടായി പോയിട്ടോ. ഇതിലുണ്ടാവില്ലല്ലോ, മാന്തിയിട്ട് കാര്യമില്ലല്ലോ. അവിടെ ഇനിയിപ്പോ എവിടെ നോക്കി വെറുതെ അങ്ങനെ. അവിടുന്ന് കിട്ടിയതുകൊണ്ടാണ് ഇപ്പുറത്തൊക്കെ കുഴിച്ചു വെച്ചത്. പണ്ടാരം നോക്കുകയുള്ളു. എനിക്ക് വയ്യ. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ചടച്ച്. ഇല്ലാന്നുള്ള ഉറപ്പല്ലേ? പക്ഷെ ഈ വള്ളിയിലൊക്കെ കാണേണ്ടതാണ് ശരിക്കും. ഉണ്ടോ? അങ്ങനെയാണ് മധുരക്കിഴങ്ങുണ്ടാവും. ഇങ്ങനെ വള്ളിയിൽ എന്നാലും വെറുതെ കളിച്ചു വെക്കുന്നു. അത് അവിടെ മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എലീനെ കൊണ്ട് തോറ്റ് മനുഷ്യന്മാര്. അങ്ങനെ പോയി ഒന്നും നടൂല. ഇപ്പൊ വെറുതെ ആൾക്കാർ എലീനെ കൊല്ലുന്ന. രഞ്ജിത്ത് ചെയ്തവര് നമുക്ക് മറ്റത് വെക്കേണ്ടി വരും തോന്നുന്നു. എലുക്കന് വേറെ വാങ്ങിയിട്ട്. പുറത്തോട്ട് നോക്ക്. ആ കാശിത്തുമ്പ നിന്ന് അവിടേക്ക് നടും. എനിക്ക് മടുത്തിട്ടുള്ള വേദന തോന്നി. നല്ല മണ്ണൊക്കെ കൊണ്ടിട്ട് കൂടെ ഇളകുന്ന മണ്ണ്. നോക്കണ്ട. പട്ടിച്ചെടി നല്ലായിരുന്നു.
അതിനൊരു ദിവസം തിന്നാനുള്ളതായി അത് കൊണ്ട് ഈ സാധനം അവിടെ വെറുതെ കുഴിച്ചിട്ട് നോക്കും. ഇത് തന്നെ എവിടെങ്കിലും ഒന്ന് ഇതാണ്ട് ഇതാക്കി മന്തി കളച്ചില്ലേ അവിടെ ചെറിച്ചിട്ട് ഏതെങ്കിലും ഒഴിവുണ്ടെങ്കിലേ എന്തെന്താണ് എന്തെന്താണ് ഇത് എവിടെ നിട്ടി ആ ഒഴിഞ്ഞ വീട്ടിന്റെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ തന്നെ കുഴിച്ചോട്ടല്ലേ കുഴിച്ചിട്ട് കാരണം നമുക്ക് എന്തായാലും ആവശ്യമില്ല അങ്ങോട്ട് കുഴിച്ചിട്ടുണ്ട്. കാരണം ഇത് കാടാവുന്ന ഒരു സാധനം. ഞാനും പൊട്ടിച്ചാലേ ഞാനാകുമ്പോ അങ്ങനെ പൊട്ടിച്ചുകൊണ്ടുപോകുന്നു. ഇത് മടുപ്പായി ഇനി വെറുതെ അല്ല പൂച്ച വെറുതെ പൂച്ചനെ കൂടി ഓടിക്കും. പിന്നെ ഇതിപ്പോ ഒരു ഒറ്റൊരു വ്ളോഗാക്കാൻ വേണ്ടി വിചാരിച്ച് ചെയ്തത് എന്നത് എടുക്കാന്ന്. ഇത് വീട്ടിലേതെങ്കിലും ഒരു വ്ളോഗിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം. വേറെ എന്ത് ചെയ്യാൻ. ശരി അതാണ് ഒരു കഷ്ണം കൂടെ ഇതില്ലേ നിങ്ങക്ക് ഓർമ്മയില്ലേ ഞാൻ ഇത് ബാൽക്കണിയിൽ ഈ സൈഡിൽ വെച്ചിട്ടുണ്ടായത്. ഈ സൈഡൊന്ന് കാണിക്കൂ. സൈഡൊന്ന് കാണിക്കുന്നു. ഇവിടെയായിരുന്നു ഇത് ഉണ്ടായത്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ ഈ ഇതില് മൊത്തം ഇങ്ങനെ വൈറ്റ് ഒരു ഫംഗസ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇല്ല, പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ ഇത് പോവാൻ വേണ്ടിയിട്ട് കൃഷിഭവനിൽ പോയപ്പം അവരെനിക്കൊരു മത്സ്യവളം പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒരു വൈറ്റ് കളർ പൗഡർ പോലെ. അത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഞാൻ അത് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പം അത് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം വെള്ളം അടിച്ചിട്ട് ഈ വൈറ്റ് സാധനം മൊത്തം പോക്കണം എന്നാ പറഞ്ഞത്. ഓസിൽ വെള്ളം അടിച്ചിട്ട് എന്നിട്ട് അത് ഡ്രൈ ആയതിനു ശേഷം ആ മത്സ്യവളം ഇടാനാ പറഞ്ഞത്. പിന്നെ അത് ജൈവം എന്താ പറയാ കെമിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ അവര് പറഞ്ഞു വീക്കിലി വൺസ് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് താഴെയും കുറച്ച് കൃഷിയില്ലേ അതിലും ഇതേപോലെ വൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മഴ പെയ്തപ്പോ അതെല്ലാം പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മഴവെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എടുത്തിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചു. അങ്ങനെ മഴവെള്ളം കിട്ടിയിട്ട് ഇതിലുള്ള കുറേ പോയിട്ടുണ്ട്. ഇപ്പൊ ആകെ കുറച്ചേ ഉള്ളൂ കേട്ടോ, അവിടെ ഇവിടെയും കുറച്ചേ ഉള്ളൂ. പക്ഷെ എന്താന്ന് വെച്ചാല് ഇന്ന് രാവിലെ ഞാൻ വന്ന് നോക്കിയപ്പം ഓൾറെഡി ഇതിലൊരു തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നു. കണ്ടോ, കാണാൻ പറ്റുണ്ടോ? ഇത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായതായിരുന്നു, പക്ഷെ പച്ചയായിരുന്നു. പിന്നെ വന്ന് നോക്കിയപ്പോഴാണ് ഇത് പഴുത്തത് കണ്ടത്. പക്ഷെ ഇത് കിളി കഴിച്ചിട്ടുണ്ട് കുറച്ച്, അത് കുഴപ്പമില്ല, കിളി കഴിച്ചോട്ടെ. പിന്നെ വന്ന് നോക്കിയപ്പോ ഇന്ന് കണ്ടതാ ഇത് വഴുതിന. കണ്ടോ, ചെറുത് ഇതിലുണ്ടായിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോ സൈഡിൽ ഇവിടെ ഒന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇതെവിടെ വേറെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടപ്പോഴേക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. കാരണം എന്താ വെച്ചാല് വലിയ എന്താ പറയാ ശോഷിച്ചിരിക്കുന്നു, എല്ലാം ചുക്കി ചുളിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ ഇത് ഇത്ര സൈസ് ആണോന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മഴക്കാറുണ്ട് നോക്ക്. ഞാനിത് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണോ അല്ലെങ്കിൽ ഈ വൈറ്റിനി പോവാൻ വേണ്ടിയിട്ട് മഴയത്ത് ഇവിടെ തന്നെ വെച്ചു കൊടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഉള്ളത്. മഴ പെയ്യും, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ ഇത് പോവാൻ? എന്തെങ്കിലും നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? എനിക്കിങ്ങനെ മടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ അതായത് അതിന്റെ വഴിക്ക് വിടാന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും വിട്ടുകൊടുക്കാനുള്ള ഒരു മടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വെയില് വരുന്ന സമയത്ത് ഇത് ഭയങ്കര ക്ഷീണിച്ചു പോകുന്നുണ്ട്. വെയിലാകുമ്പം ഡയറക്റ്റ് ഭയങ്കര വെയില് കിട്ടുന്നു. മഴയാകുമ്പോ പക്ഷെ നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്ത് കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് മഴ അങ്ങനെ ആകുമ്പോഴും കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാലോ. എന്തായാലും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്നാലും കുറച്ചുകൂടി ഈസി ആയിട്ട് ഇവിടുന്ന് ഒഴിച്ചു കൊടുക്കാലോ. ഇത് നമുക്ക് കുറച്ച് ഇങ്ങോട്ട് നീക്കി വെക്കാം കേട്ടോ.
ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കളിച്ചിട്ടാണ് ഇത് മര്യാദക്ക് ഉണ്ടാവാത്തെന്ന് എനിക്ക് അറിയില്ല. ഏയ് ഏയ് ഇതൊക്കെ സെറ്റാക്കി വെക്കുമ്പോ എനിക്ക് തോന്നുന്നു മഴ പെയ്യുന്നു. അമ്മേ ഘോഷയാത്ര. എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു നോക്കാം. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒന്നുകൂടെ ഉഷാറാവും. ഞാൻ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാം. ചടം പോകണ കണ്ടാ വൈറ്റ് കണ്ടാ ജീവണ്ട്. കണ്ട 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 ഇതാണിത് മൊത്തം നശിപ്പിക്കുന്നത്. എന്നെ നശിപ്പിക്കോ? പോ ദൂരെ പോ. വീഡിയോ എടുക്കുമ്പോ ഇത് ഞാൻ കുഴിച്ചിട്ടുണ്ടായതാന്ന് വിചാരിക്കരുതേ. ഇത് നമ്മളെ വീട്ടിലല്ല, അപ്പുറത്തെ വീട്ടില. പക്ഷെ ഇങ്ങോട്ടാണ് അതിന്റെ കിടപ്പ്. ഇങ്ങോട്ടാണ്. ശംഖുപുഷ്പം എനിക്ക് അപ്പൂന്റെ വീട്ടിൽ നിന്ന് തന്ന് ചെറുതെ കുഴിച്ചിട്ടതാ. ഫുള്ളിപ്പൊ കാട് പോലെ ഉണ്ട്. പിന്നെ ഇതിന്ന് തന്നെ താഴെ വിത്ത് വീണിട്ട് താഴെ കുറേ തൈയുണ്ട്. ആ തൈയൊക്കെ ഞാൻ പറിച്ച് കളയല. നീ കടയൊക്കെ ഞാൻ ശരിയാവൂല. ഇവരെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ആൾക്കാർ ഇത് വെച്ച് ചായ ഉണ്ടാക്കുന്നതും പിന്നെ മറ്റേ ഈ മാംഗോ സ്റ്റിക്കി റൈസിനൊക്കെ ബ്ലൂ കളർ വരുന്നത് ഇടുമ്പോഴല്ലേ. പിന്നെ അതുപോലെ എന്തൊക്കെയോ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. ആദ്യം പറയണത് ഇത് സ്ലീപ്പിനൊക്കെ അടിപൊളിയാന്നാ പറഞ്ഞത്. എന്താക്കി കഴിച്ചാലും ഉറക്കത്തിന് നല്ലയാന്നാ. എടാ ഉറക്കക്കുറവുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പറയണതല്ല. കഴിഞ്ഞ കൊല്ലം ഈ ടെറസിൽ നിറയെ പാഷൻ ഫ്രൂട്ട് ആയിരുന്നു. കാട് പോലെ ഉണ്ടായിട്ട് കുറെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഇപ്രാവശ്യം പക്ഷെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായില്ല. ചെടിയൊക്കെ ഒന്ന് തെളിർത്ത് വരുന്നുള്ളൂ. നമുക്ക് നോക്കാം. ഞാൻ പോയിട്ട് ഇതിന് വെള്ളം എടുത്ത് വരാട്ടാ. ഉഷാറായിട്ടുണ്ടായി വാ പ്ലീസ്. ഇത് പോവാണ്ടൊരു രക്ഷയില്ല. കണ്ടോ നിറയെ ഉണ്ട്. മഴ വരുമ്പോ അങ്ങോട്ട് തന്നെ നീക്കി വെക്കാം. നല്ല മഴ പെയ്യാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊന്നാലോ. അതൊന്ന് കട്ട് ചെയ്ത് കളയട്ടെ. ചാവിടിച്ചല്ല. നോ പ്രോബ്ലം. ചെവിട്ടല്ലോ വിളിച്ച്. അത് ഈ കാറ്റസ് കണ്ടോ? ഞാൻ 2022 എവിടെ പോയപ്പോഴറിയോ? അയ്യോ സ്ഥലത്തിന് ധനുഷ്കോടിക്കുള്ള എവിടെയായിരുന്നു? രാമേശ്വരം. രാമേശ്വരം പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടപ്പോ നിർത്തിയിട്ട് ഒരു ചെറിയ കഷ്ണം, ഇത്ര വലിപ്പമുള്ള കഷ്ണം കൊണ്ട് നട്ടതാ. ഇതിപ്പോ തെങ്ങായിട്ട് വളരുന്നുണ്ട്. ഇത് ഇങ്ങനെയാണോ വളരുക? മറ്റിങ്ങനെ കൂടിക്കൂടിയല്ലേ വളരുക? ഇങ്ങനെയാണോ വളരുക? എന്താവോ എന്തോ. ബാ എന്താ മത്തനാണോ? ഇതൊക്കെ തന്നാലും ഉണ്ടാവുന്നേരം കുഴിച്ചിട്ടല്ലേ. എന്താ അറിയില്ല. എന്തായാലും ഉണ്ടായി. വാ ഞങ്ങൾ കഴിച്ചോളാം. കണ്ടോ ഇതൊക്കെ ശംഖുപുഷ്പത്തിന്റെയാ. അതൊക്കെ തൈ എവിടെ കുഴിച്ചിട്ടാണ് ഞാന്. ആണല്ലേ? വിറ്റാലോ? നമുക്കിന്ന് കുറച്ച് ഹാർവെസ്റ്റ് ഉണ്ട് കേട്ടോ. വെണ്ടക്ക ഇപ്പം കൊറേ പ്രാവശ്യം നമുക്ക് ഉണ്ടായി. നമ്മള് ഉപ്പേരി വെച്ചു, സാമ്പാർ വെച്ചു, വെണ്ടയ്ക്കും തക്കാളിയും തേങ്ങ അരച്ച് കറി വെച്ച്, വെണ്ടക്ക മുളകിട്ട്, പിന്നെന്താ ഉണ്ടാക്കിയ മറ്റേ തൈരൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കൂല്ലേ, അതും ഉണ്ടാക്കി. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഫുള്ള് പ്രശ്നമായിട്ടൊന്ന് പറയുന്നത് ഇത് കണ്ടോ, എല്ലാ
ഈ വെണ്ടക്കന്റെ ഇലയൊക്കെ നോക്ക്. ഇതെന്തെങ്ങനെ ആവണേ? അല്ല ഇതിന്റെ കാലാവധി കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ? അറിയില്ല. ആണോ? അറിയോ? അറിയില്ല. അറിയുന്ന ആരെങ്കിലും പറഞ്ഞ. എന്തായാലും നമുക്ക് ഈ ഇലയൊക്കെ കട്ട് ചെയ്ത് കളയാം. എനിക്ക് വീഡിയോ എടുത്തിരുന്ന ആദ്യാട്ടോ. ആദ്യനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് എന്റെ ലോങ് വീഡിയോ ഇട്ടതിലുണ്ട്. കൊടയിൽ പോയിട്ടുണ്ടായിരുന്നു, ആദ്യനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ വന്നത്, നമ്മൾ ഇന്നലെ കല്യാണത്തിന് പോയില്ലേ, അവൻ കല്യാണത്തിന് വേണ്ടി വന്നിരുന്നു. ഇപ്പൊ നമ്മളെ വീട്ടിലുണ്ട്. അവനെ കിട്ടിയപ്പോ ഞാൻ ചുള്ളികളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുക, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇത് കഷ്ടപ്പെട്ട് എടുക്കണം. അപ്പൊ നമുക്കിത്, അമ്മ വെണ്ടൊക്കെ വലുത് കുറെ ഉണ്ടല്ലോ, പറക്കട്ടെ? ആ മോനെ അടിച്ചു കൊടുക്ക, മുള്ളും ഉണ്ട് അത്. മഴ പെയ്യമ്മേ? മൂത്തുണ്ട്. ആ ഒരു ബൈക്കവിടെ കൊടുക്ക അല്ലെ? ഗവേഷകനല്ല അത്. മഴ പെയ്യോ വെച്ചപ്പോ കട്ട് ചെയ്തതൊക്കെ. ആ മറ്റേ മറ്റേ ഒരു കുട്ടിയിലുള്ള ഒരു കുട്ടിയാണോ? പൂച്ച നമ്മൾ വളർത്തുന്നതല്ല കേട്ടോ, ഇവിടെ വന്ന് കൂടിയതാണ്. ഞാൻ വിചാരിച്ചു അതിനൊരു വളമായിക്കോട്ടേന്ന്. മണ്ണത്തരം ചെയ്യാതെ സ്ത്രീയെ. അതിനിടയ്ക്ക് ഞാനത് കേട്ടില്ല. പുഴുവാണോ? എന്തോരപ്പുറത്ത് വെറുതെ കാട് കിടക്കുന്നു, അവിടെയൊക്കെ പോയിക്കൂടെ അവർക്ക്? എന്തിനാ എന്റെ ഇതിന് വരുന്നേ? ഈ വെണ്ടക്ക കൊണ്ട് വെക്കമ്മ. ഇതാ നിങ്ങൾ പുച്ഛിക്കല്ലേ എന്റെ കൃഷിയെ? ഇതെല്ലാം ഇവിടെ എത്ര കറി കൂട്ടി തിന്ന്. എന്ത് കഷ്ടം. എന്താ തിന്നു പോയതാണ് മറ്റേ പുഴു എന്തോന്ന്. അല്ല ചെലപ്പോ നമ്മൾ മുടി വെട്ടി കൊടുക്കുന്ന പോലെ നല്ല ഉഷാറായിട്ട് നല്ല മുടി ഉണ്ടാവാൻ വേണ്ടിട്ട് അതുപോലെ ഇതും ചെയ്യാം. ചെടീന്റെ മുടിയാണോ അല്ല? രാവിലെ തന്നെ ഇത്രയും മണ്ടത്തിനും പറഞ്ഞ പറയാ പറ്റൂല. അമ്മേ ഇല്ല, ഞാൻ വെണ്ടക്ക അമ്മയ്ക്ക് കൊടുത്തല്ലേ, വെണ്ടക്ക അപ്പുറത്തെ പറമ്പിലേക്ക് ഇട്ടു. ഇല്ലേ ബേബീസ് കുറെ ഉണ്ട്. മുളക് വലുതായി നമ്മൾ പറിച്ചു, 2 പറിച്ചോ? അടിപൊളി അടിപൊളി. 5 കുറച്ച് വിത്തോ കുറച്ച് മണ്ണ്. ഗൈസ് ഞാൻ കണ്ടുപിടിച്ചു ആരാന്ന്. ഇതാ നോക്ക് നോക്ക്, കണ്ടോ? ഇതായിരുന്നു ഇവനാണൊക്കെ തിന്നത്. എല്ലാരും സംഭാവന ചെയ്യാം. പൈസ ആയിട്ട് വേണമെന്നില്ല, മണ്ണോ വിത്തോ എന്തെങ്കിലും മതി. അതിന്റെ എന്തെങ്കിലും ഇതാ സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു തരിക, എന്നെ ഹെൽപ്പ് ചെയ്യാ, എനിക്കറിയാത്ത കാര്യം പറയാ, നിങ്ങൾക്ക് അറിയാത്ത കാര്യം. നിന്റെ ഫോൺ അടിക്കണ്ട തോന്നുന്നു മോള്. മുളക് ഇതാ വലിയ മുളക്. അപ്പൊ ഇന്ന് പുതിയ മുളക് നമുക്ക് കിട്ടിയിരിക്കുന്നതായി ശ്രദ്ധിക്കണം. സത്യം. അല്ലെങ്കിൽ കണ്ടിട്ട് നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യും വീട്ടില് അല്ലേ? നടക്കാതെ പരദൂഷണം പറഞ്ഞ് നടക്കാതെ, അല്ലെങ്കിൽ ഇതൊക്കെ ഇതിങ്ങനെ നട്ടോണ്ട് പരദൂഷണം പറയാലോ. അതെ, ഇവിടെ പറയട്ടെ, ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയത് ഗോസിപ്പ് പറയാനാണെന്നല്ലേ പറഞ്ഞ, അല്ലേ? അറിയോ? അല്ലെ സ്കൂളിലല്ലേ, വേറെ എവിടെയോ കേട്ടതാ. മതി, ബാക്കി എല്ലാരും ഉഷാറായിട്ടുണ്ടാവട്ടെ. ബൈ.